എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് ഒരു പാൽപ്പായസം കുടിക്കണം എന്നൊക്കെ പെട്ടെന്ന് തോന്നുമ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസം റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. വളരെ രുചിയായിട്ട് പ്രഷർ കുക്കറിൽ എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പാൽപ്പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു റൈസ്. ഇതിന് പകരം നിങ്ങൾക്ക് പച്ചരി അല്ലെങ്കിൽ പായസം റൈസ് ഒക്കെ വെച്ചിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിത് കുതിർത്ത് വെക്കുന്നൊന്നുമില്ല. സമയമുണ്ടെങ്കിൽ കുറച്ച് സമയം കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ കഴുകിയ ഉടനെ കുക്കറിലിട്ടതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിന്ന് തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പായസം തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് പശുവിൻ പാൽ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. പശുവിൻ പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ ഈ അരി വേവിക്കാനായിട്ട് പച്ചവെള്ളം ഉപയോഗിച്ചാൽ മതി കേട്ടോ. പച്ചവെള്ളം ഉപയോഗിച്ച് വേവിച്ചതിന് ശേഷം പശുവിൻ പാൽ ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാനിവിടെ 2 വിസിൽ വരുന്നത് വരെ നമ്മുടെ ഈ ഒരു റൈസ് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് റൈസിന് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് ഞാനിവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ 2 വിസിലിന് ശേഷം ഇതിൽ പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് റൈസിന് 1 കപ്പ് പാൽ മാത്രം ചേർത്തതുകൊണ്ട് നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഈ റൈസ് സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇനി നമുക്ക് 1 കപ്പ് 2ാം പാൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. 2ാം പാൽ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പശുവിൻ പാലാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്താൽ മതി കേട്ടോ. വെന്തതിന് ശേഷം റൈസ് വെന്തതിന് ശേഷം എല്ലാം കൂടി ഒരുമിച്ച് ചേർത്താൽ മതി. ഇതിപ്പോൾ ആദ്യം 2ാം പാൽ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് 1 കപ്പ് 1ാം പാൽ കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ 1ാം പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ്, അതായത് സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഞാനിവിടെ 1 കപ്പോളം ചേർക്കുന്നുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള അത്രയും ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. പക്ഷേ പഞ്ചസാരയേക്കാൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക എന്തായാലും മിൽക്ക് മെയ്ഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 2-3 നുള്ളു വരെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ് ഞാൻ 2-3 നുള്ളു ഉപ്പ് മതി കേട്ടോ. അത്രയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി നമുക്ക് ഒരു ചെറിയ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് അതിലേക്ക് കുറച്ച് കശുവണ്ടി ചേർത്തിട്ട് അതിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി വറുത്തെടുത്ത ഈ ഒരു കശുവണ്ടിയും ഉണക്കമുന്തിരിയും നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ഏലക്കായ് പൊടി അങ്ങനെയുള്ള ഒന്നും ചേർത്തിട്ടില്ല ഫ്ലേവറിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഏലക്കായ് പൊടി അല്ലെങ്കിൽ നമ്മുടെ ചുക്ക് പൊടി ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഈ ഒരു പായസം ഞാൻ പ്ലെയിനായിട്ട് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ചെയ്ത ഒരു നെയ്യിൽ കാച്ചിയെടുത്തില്ലേ, അതുപോലും ആവശ്യമില്ല. അതില്ലാതെ പോലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. താങ്ക്